Meet the editors. ഇനിയും നീളുമോ എന്നതാണ് ചോദ്യം. സുനിൽ, ഇന്നേക്ക് 7 ദിവസമായി വിധി വന്നിട്ട്. ഇനി നീളാൻ സാധ്യതയുണ്ടോ? അപ്പോൾ കൂടുതൽ നേതാക്കളെ ഡൽഹി വിളിപ്പിച്ചിരിക്കുന്നു, ഒന്നുകൂടി അഭിപ്രായങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വൈകാതെ തീരുമാനം ഉണ്ടാകുമോ? ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല കാഴ്ചയും നല്ല സൗന്ദര്യവും നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്ന് സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ വസതിയിലെത്തുന്നു. അവിടുത്തെ പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് ആനയിക്കുന്നു. പൊന്നാടി അണിയിച്ച് ഇരുവരും സൗഹൃദം പങ്കുവയ്ക്കുന്നു. ഈ കാഴ്ച നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബദ്ധവൈരികളായി മാറുന്ന പ്രതിപക്ഷ ഭരണപക്ഷ പാർട്ടികളാണ് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ളത്. നേർക്കുനേർ കാണാൻ പോലും കഴിയാത്ത അത്രയും വൈരാഗ്യം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ ഇടത്തിൽ നിന്നാണ് ഒരു പുതിയ മാതൃക. അത് മുൻപുണ്ടായിരുന്നു. മുൻപ് പ്രതിപക്ഷ നേതാക്കൾ സർക്കാരിനെ പ്രതിനിധീകരിച്ച് വിദേശത്തൊക്കെ പോയിട്ടുണ്ട്. AB വാജ്പേയി പോയിട്ടുണ്ട്. AB വാജ്പേയിയുടെ കാലത്ത് ഇതുപോലെ പ്രതിപക്ഷ നേതാക്കളെ UN-ലൊക്കെ പങ്കെടുക്കാൻ അയച്ചിട്ടുണ്ട്. അതുപോലെ ഒരു നല്ല സൗന്ദര്യ കാഴ്ചകൾ, നല്ല മാതൃക കാഴ്ച നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടു. പക്ഷേ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇതുവരെ കേരളത്തിൽ തെളിഞ്ഞു കണ്ടിട്ടില്ല. അപ്പോൾ അതിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇനിയും നീണ്ടുപോകുമോ ഈ ഒരു പ്രഖ്യാപനം എന്നതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അധികം നീണ്ടുപോകാൻ ഇനി സാധ്യതയില്ല എന്നതാണ്. കാരണം അത്രത്തോളം ഡാമേജ് ആയി കഴിഞ്ഞു. എത്രയും വേഗം ഇനി കോൺഗ്രസിന് അത് എടുത്തേ മതിയാകൂ, ആ തീരുമാനം പ്രഖ്യാപിച്ചേ മതിയാകൂ. നാളെ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിൽ വളരെ നിർണായകമായ ചർച്ച മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടക്കുന്നുണ്ട്. ആ ചർച്ചയിലേക്കാണ് ഇപ്പോൾ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നത് കോൺഗ്രസ് തീരുമാനിക്കും. ഒരുപക്ഷെ നാളെ അത് സംബന്ധിച്ച സൂചനകൾ പുറത്തു വരും. പിന്നീട് അതിനുശേഷം കേരളത്തിൽ CLP വിളിച്ച ശേഷമായിരിക്കും ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഹൈക്കമാൻഡിന് മുന്നിലുള്ള 3 പേരുകൾ, ഒന്ന് VD സതീശനാണ്, 2 KC വേണുഗോപാലാണ്, 3 രമേശ് ചെന്നിത്തലയാണ്. ഈ 3 പേരുമായും നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സംസാരിച്ചതാണ്. അന്ന് പക്ഷേ ആ സംസാരത്തിൻ്റെ ഏതാണ്ട് പകുതിയിലധികം ഭാഗം കേരളത്തിൽ നടന്നിട്ടുള്ള തെരുവ് സംഘർഷങ്ങളെക്കുറിച്ചായിരുന്നു. ആ സംഘർഷങ്ങൾ ആദ്യം അവസാനിപ്പിച്ചു വരൂ എന്നത് രാഹുൽ ഗാന്ധി കർശനമായി ആവശ്യപ്പെടുകയും ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന വ്യക്തമായ മെസ്സേജ് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകളൊക്കെ തന്നെ നീണ്ടുപോയത്. ഏതായാലും നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ MLA-മാരുടെ വോട്ട് കണക്കാക്കിയാൽ KC വേണുഗോപാലാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകേണ്ടത്. കാരണം ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ മറ്റ് ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. ജനവികാരം പരിഗണിക്കണം എന്ന് മുസ്ലിം ലീഗ് ശക്തമായി ആവശ്യപ്പെടുന്നു. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗമാണെങ്കിൽ വലിയ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഡൽഹിയിൽ നമ്മൾ കണ്ടല്ലോ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കേരള ഹൗസിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ കൂകി വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ പല തെരുവുകളിൽ വലിയ പ്രതിഷേധ കാഴ്ചകൾ കണ്ടത്, പോസ്റ്റർ യുദ്ധങ്ങൾ കണ്ടത്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ പരാജയപ്പെടുത്തുമെന്നുള്ള ഭീഷണികൾ മുഴക്കുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് ഇതാ 100 കണക്കിന് ഇമെയിലുകൾ അയക്കുന്നു. അവിടെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എനിക്കിവിടെ പറയാനുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, കോൺഗ്രസ് ആണ് അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. അതിനെല്ലാ അർഹതയും കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിലൊരു പേര് തീരുമാനിക്കും. അതുപോലെ KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും കോൺഗ്രസിൻ്റെ UDF-ൻ്റെ മുഖ്യമന്ത്രിയാണ്. UDF-ൻ്റെ മുഖ്യമന്ത്രിയായിട്ടായിരിക്കും അവർ കേരളത്തിൽ പ്രവർത്തിക്കുക, കേരളത്തിൽ ഭരിക്കുക, ഭരണവുമായി മുന്നോട്ട് പോവുക. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആ ഒരു വ്യക്തിയുടെ മാത്രം അവകാശമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് അത്ര ഗുണകരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാലോ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും VD സതീശൻ എന്ന് പറയുന്ന നേതാവ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഘടകമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തുല്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ വികാരം ഇവിടെ ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെയാക്കി മാറ്റാനും ജനങ്ങളുടെ വികാരം UDF-ലേക്ക് ആകർഷിക്കാനും ഒക്കെ തന്നെ വലിയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരവരുടേതായ സംഭാവനകൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു വിജയം UDF-നുണ്ടായത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണ് ഈ വിജയം കൊണ്ടുവന്നത് എന്ന തരത്തിൽ ഒരു നറേറ്റീവ്
നെഗറ്റീവ് ഉണ്ടാക്കുകയും മറ്റുള്ളവരെ എല്ലാവരെയും മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കോൺഗ്രസിനും അതുപോലെ തന്നെ UDF-നും നല്ലതാകില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. നോക്കൂ, KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം ദേശീയ നേതാവാണ്. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്ത പോലെ തന്നെ BJP-ക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന നേതാവാണ്. നരേന്ദ്രമോദിക്ക് നേരെ നിന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്ന നേതാവാണ്. പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലിനെതിരെ വലിയ പ്രചരണം നടക്കുന്നു, വലിയ പ്രതീതി ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ കേരളത്തിൽ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് സ്വതന്ത്രമായി അവർക്കൊരു തീരുമാനമെടുക്കാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു, ഇങ്ങനെയൊരു സമ്മർദ്ദത്തിൽ പെട്ടുകൊണ്ടൊരു തീരുമാനം എടുക്കരുത് എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് ഒരു നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു നിലപാടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും സമ്മർദ്ദത്തിൽ പെട്ടുകൊണ്ടൊരു തീരുമാനമെടുക്കില്ല എന്നൊരു സന്ദേശം കൂടി ഹൈക്കമാൻഡ് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. നാളെ KPCC-യുടെ മുൻ അധ്യക്ഷന്മാരെയും ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഈ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ആരെ മുഖ്യമന്ത്രിയാക്കണം എന്ന് തീരുമാനിക്കാനല്ല, ഈ സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഇവരെ മുഴുവൻ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്, രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ KC വേണുഗോപാൽ രാഷ്ട്രീയകാര്യ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഏതാണ്ട് 7 വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ അദ്ദേഹവും ഒരു റിട്ടയർമെൻറ്റ് ആ ഒരു പൊസിഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി വരണം എന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് ഇവിടെ ഒരു സമ്മർദ്ദം ലീഗിലെ ഒരു വിഭാഗവും വെൽഫെയർ പാർട്ടിയെ പോലുള്ള സംഘടനകളുമൊക്കെ തന്നെ ചെലുത്തുന്നു എന്നതാണ് ഇപ്പോൾ വലിയ ആരോപണമായി, ആക്ഷേപമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതായാലും അതാണ് ഒരു വലിയ സമ്മർദ്ദമായി ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് തടസ്സമായത്. ഏതായാലും ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടുന്ന സൂചനയനുസരിച്ച് ഇനി അധികം വൈകില്ല എന്നുള്ളതാണ്. നാളെ തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ നാളെ രാത്രിയോടെ അതിൻ്റെ സൂചനകൾ കിട്ടും, മറ്റന്നാൾ പ്രഖ്യാപനം വരും. പക്ഷേ ഇങ്ങനെ ഹൈക്കമാൻഡിനെ സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, മാധുവിൻ്റെ അഭിപ്രായം എന്താണ്? ഒരു മര്യാദ വേണ്ടേ എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചോദിക്കുന്നത്. 7 ദിവസം പിന്നിടുക എന്ന് പറഞ്ഞാൽ, ഇത് നോക്കുക, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ അല്ല തീരുമാനിക്കേണ്ടത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. സ്വാഭാവികമായും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയേണ്ടുന്നതിൻ്റെ ആവശ്യം കേരള ജനതയുടേതാണ് എന്നത് പ്രാഥമികമായി കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്താണ് എന്ന് നാട്ടുകാരോട് ചിമിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതിനൊരു മറുപടി ചോദിക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട്, അല്ലെങ്കിൽ അത് ചോദിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട്, ഘടകകക്ഷികളോട് തന്നെ കണ്ണുരുട്ടി കാണിച്ചാൽ തീരാവുന്നതല്ല ആ ചോദ്യത്തിന് മറുപടി എന്നതാണ് പ്രധാനം. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ദില്ലിയിലെ ഈ പറയുന്ന ഹൈക്കമാൻഡിന് മുന്നിൽ ദയകാത്ത് നിൽക്കേണ്ടവരല്ല. അവരുടെ വോട്ട് തേടി അവരുടെ വീട്ടുമുറ്റത്ത് ചെന്നവർ. നോക്കൂ, എവിടെയാണ് ഈ യോഗങ്ങളൊക്കെ നടക്കുന്നത്? മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിൽ. മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിലിൻ്റെ മുന്നിൽ പോയി മാധ്യമങ്ങൾ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുകയാണ്. ഏതാണ്ട് 2.25 കോടിയാണ് ഇത്തവണ SIR-ന് ശേഷം വോട്ട് ചെയ്ത ജനം എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസ്സുകാരുടെ, ദില്ലിയിലെ കോൺഗ്രസ്സുകാരുടെ വീടിൻ്റെ മുൻഭാഗത്തെ വാതിലാണോ തുറക്കുന്നത്, പിൻഭാഗത്തെ വാതിലാണോ തുറക്കുന്നത് എന്ന് പോയി കെട്ടിക്കിടക്കേണ്ടുന്ന ആവശ്യമൊന്നും കേരളത്തിൽ വോട്ട് കുത്തിയ ജനത്തിനില്ല എന്നതൊന്ന് മനസ്സിലാക്കണം. ഇത് കുടുംബഭരണമോ രാജഭരണമോ ഒന്നുമല്ല, തികഞ്ഞ ജനാധിപത്യമാണ്. ആ തികഞ്ഞ ജനാധിപത്യം അടപടലം ഉണ്ടാകുന്ന ഈ മൂല്യച്യുതിയുടെ അല്ലെങ്കിൽ സംഘടനാ സംവിധാനം പാളിപ്പോകുന്നതിൻ്റെ ഒരു പര്യായപദമായിട്ടല്ല കണക്ക് കൂട്ടേണ്ടത്. അതൊരു ആഡംബരമായിട്ട് അങ്ങനെ വിചാരിച്ച് വശാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊരു തീരുമാനം ഇനി വൈകരുത്. ഞാനും വിചാരിക്കുന്നത് നാളെ തന്നെ അതിലൊരു തീരുമാനം പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളതാണ്. ഘടകകക്ഷികളുടെ നിലപാടാണ് ഇപ്പോൾ കീറാമുട്ടിയായി നിൽക്കുന്നത് എന്നാണല്ലോ പറച്ചിൽ. ലീഗ് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, ജോസഫ് ഗ്രൂപ്പ് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഇനി അതിന് അനുസൃതമായൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഘടകകക്ഷികൾക്ക് വഴങ്ങി എന്ന നെറേറ്റീവ് കേൾക്കേണ്ടി വരും. ഇനി അതിന് വിരുദ്ധമായൊരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ഘടകകക്ഷി ബന്ധം ഉലയും. ഇത്രയും വൈകിച്ചത് എന്തിനാണെന്നേ? ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഒരു വിധിയെഴുത്തുണ്ടാകും, 100-ന് മുകളിൽ സീറ്റ് ജയിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ സ്വാഭാവികമായും ഇത് നേരിട്ട് കാണണമല്ലോ. ഇന്ത്യയിൽ മുഴുവനായും എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പൊന്നും നടക്കുന്നില്ലല്ലോ. ഈ ചർച്ച ചെയ്യുക നേരത്തെ ആകാമായിരുന്നല്ലോ. ഇതിന് ശേഷം ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ മതി. അതിന് മുൻപാണെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ശരി, അപ്പോൾ ഇതിന് ശേഷമാണെങ്കിലും പ്രഖ്യാപിക്കാൻ ഒരു തീരുമാനത്തെക്കുറിച്ച് പ്രാഥമിക ചർച്ചകൾ പോലും നടക്കാതെ അതിനുശേഷമാകാമെന്ന് വിചാരിച്ചത് എന്ത് കോൺഫിഡൻസ് കൊണ്ടാണ്? ഹൈക്കമാൻഡിനെ ഹൈക്കമാൻഡായി തന്നെ അംഗീകരിക്കുന്ന നേതാക്കൾ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുന്നുവോ? ഇല്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷ തന്നെ പറയുകയാണെങ്കിൽ ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം 100 കണക്കിന് അഭിപ്രായങ്ങളുണ്ട്, സമ്മർദ്ദ ശക്തികളുണ്ട്, സാമുദായിക സമവാക്യങ്ങളുണ്ട്, ഘടകകക്ഷികളുടെ താല്പര്യങ്ങളുണ്ട്. കോൺഗ്രസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അതാണല്ലോ കോൺഗ്രസ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ ഈ കാര്യങ്ങളിൽ ചർച്ച തുടങ്ങാത്തത് ആരുടെ കുറ്റമാണ് എന്നതാണ് ചോദിക്കേണ്ടത്. നേരത്തെ സുൽസാർ പറഞ്ഞതുപോലെ ഡാമേജ് പരമാവധി ആയി കഴിഞ്ഞിരിക്കുന്നു. ഓരോ വിഷയത്തിലും മാക്സിമം ഡാമേജ് ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കാന്ന് പറയുന്നൊരു ശീലമായി പോയിന്നേ.
എല്ലാം തികഞ്ഞു എന്നറിയുമ്പോൾ മാത്രമേ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ്. ഇന്നിപ്പോൾ ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതെന്താണ്? ചായക്കടയിൽ പോയി ഇരിക്കാൻ പറ്റില്ല, ഒരു മരണ വീട്ടിലോ ഒരു കല്യാണ വീട്ടിലോ പോകാൻ കഴിയില്ല. ആളുകൾ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി എവിടെ, ഇതിനാണോ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത്? മുഖ്യമന്ത്രി എവിടെ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ, ഇതിനാണോ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്ന ചോദ്യത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഇതല്ല, ഇതിനപ്പുറം കാണേണ്ടി വരും. ഇവിടെ തമ്മിൽ തല്ലായിരിക്കും, ഇവിടെ നേതൃപോരായിരിക്കും, ഇവിടെ കസേര കളിയായിരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലം മുഴുവനും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ പരിഹസിച്ചു. ആ പരിഹാസങ്ങൾക്കൊക്കെ അപ്പുറത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറായ മനുഷ്യന്മാരുടെ വോട്ടർമാരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന സ്വഭാവമാണ് ഇപ്പോഴീ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഇപ്പം നേരത്തെ സുനിൽ സാർ പറഞ്ഞല്ലോ, ഈ നേതാക്കൾ എല്ലാവരും ഒരു നിലപാടെടുക്കണം, എല്ലാവരും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വഴങ്ങണം. പക്ഷേ KC വേണുഗോപാലിന് അനുകൂലമായി ഈ ഘടകമുണ്ട്, പക്ഷേ VD സതീശന് അനുകൂലമായ നിലപാടുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ നിലപാടുണ്ട്. ഈ നിലപാടുകളിൽ തീരുമാനമെടുക്കാൻ ഇത്രയും ദിവസം എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ന്യൂസ് 18-ഉം ടൈംസ് നൗവും VD സതീശന് അനുകൂലമായ തീരുമാനമുണ്ടാകും എന്നാണ് ഇന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ KC വേണുഗോപാലിന് അനുകൂലമായി, അതായത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ളത് KC വേണുഗോപാലാണ് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ച് കൊടുക്കുക, ഇതിങ്ങനെ നാൽക്കവലകളിൽ ചർച്ചയാക്കുക, കോൺഗ്രസിനെ പോലെ അടിത്തട്ടിൽ ജനവികാരമുള്ള ഒരു പാർട്ടിയുടെ അണികളെ അപമാനിക്കുക എന്ന നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് സത്യമായും മനസ്സിലാകുന്നില്ല. ഇനി നാലാമതൊരാൾ വരുന്നു എന്ന ചർച്ചകളും സജീവമാവുകയാണ്. ഇവർക്ക് ഈ മൂന്ന് പേർക്കിടയിൽ ഇനി സമവായം സാധ്യമല്ല. അതുകൊണ്ട് ഒരുപക്ഷെ നാലാമതൊരാളായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരിക എന്ന ചർച്ചകൾക്കും ഇന്ന് തുടക്കമായിരിക്കുകയാണ്. അതിന് ആരാണെന്നറിയില്ല. രാഹുൽ ഗാന്ധിയുടെ മനസ്സുപോലെ വനിതാ മുഖ്യമന്ത്രിയാണോ എന്നറിയില്ല, ഇനി വനിതാ MP-മാർ ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയില്ല. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. നേരത്തെ സുനിൽ സാർ പറഞ്ഞല്ലോ, ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് KC വേണുഗോപാലിന് ഒരു ഫെയർ എക്സിറ്റ് കൊടുത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. നോക്കൂ, ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നതാണോ കേരളത്തിൽ നടപ്പിലാകേണ്ടത്? ഹൈക്കമാൻഡ് തീരുമാനമാകണം, അല്ലേ? ഇവിടെ നിന്ന് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അജിത് ജോഗി മുഖ്യമന്ത്രിയായത്, അദ്ദേഹം ലോക്സഭാ അംഗമായിരുന്നു ആ സമയത്ത്, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ വന്നിട്ടുള്ളത് അവരൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടല്ല, പാർലമെന്റ് അംഗമായിരിക്കെ തന്നെ അവരെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ച് അയച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയുമല്ല. മാത്രമല്ല, ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളെടുത്ത തീരുമാനം തെറ്റായി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇനി ഞാൻ പറയട്ടെ, അപ്പൊ നമ്മൾ ഈ ചരിത്രം ചികഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്കിവിടെ ഒരു താല്പര്യമുണ്ട്. അപ്പൊ ആ താല്പര്യത്തിന് നമുക്കൊരു സാധൂകരണം വേണം. അപ്പൊ നമ്മൾ മുന്നോട്ട് നോക്കുകയാണ്, പുസ്തകം മറിച്ച് നോക്കുകയാണ്, 77 എന്താണ് സംഭവിച്ചത്, 95 എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ഉദാഹരണം കൊണ്ട് ഇവിടെ വെച്ചിട്ട് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ ഇപ്പോഴും ആകാമല്ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ചരിത്രം തികഞ്ഞു പോയി അതിൽ നിന്ന് ഉദാഹരണം പിടിച്ചുകൊണ്ട് വന്ന് മുന്നിൽ വെച്ച് വൈറ്റ് വാഷ് അടിച്ച് കാണിക്കേണ്ട ആവശ്യമേ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ആഗ്രഹം, ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു സംവിധാനത്തിന്റെ, ഒരു ഫോറത്തിന്റെ ആഗ്രഹം എന്നതിനപ്പുറത്ത് ജനവിധി നടപ്പിലാക്കാൻ കെൽപ്പുണ്ടെങ്കിലാണ് ഈ പരിപാടിക്ക് ഇറങ്ങിപ്പോകേണ്ടത്. അതുകൊണ്ട് തൽക്കാലം ഈ പ്രവർത്തിക്കുന്ന യന്ത്രം ഒന്ന് നിർത്തിവെച്ച് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് അണികളെ അഭിസംബോധന ചെയ്തൊരു പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് ഈ ഡാമേജ് ഒഴിവാക്കാനുള്ളൊരു കാരണം. ഇന്നിപ്പോൾ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിൽ VD സതീശൻ പക്ഷത്തിന് എതിരഭിപ്രായമുണ്ട്. എന്തുകൊണ്ടാണ്? KC വേണുഗോപാലിന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന വർക്കിംഗ് പ്രസിഡന്റ് ഭൂരിഭാഗവും അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ആശയപ്രകടനമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള ചിന്തയുണ്ട്. മറ്റുള്ളവർ പഴയ KPCC അധ്യക്ഷന്മാരാണ്. VM സുധീരൻ, K മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോകുന്നില്ല. ഇവിടങ്ങളിൽ നിന്നൊക്കെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. സുനിൽ സാർ പറഞ്ഞതുപോലെ ആരാണ് മുഖ്യമന്ത്രി എന്ന തീരുമാനം എടുക്കാനല്ല, എന്താണ് സമവായ ഫോമുല എന്നത് ചിന്തിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഹൈക്കമാൻഡ് മനസ്സിലൊരു പേരുണ്ടാകണം. ഒരു പേരില്ലാതെ എങ്ങനെ സമവായ ഫോമുല ഉണ്ടാക്കും? ഇപ്പൊ KCയെ മുഖ്യമന്ത്രിയാക്കാം, മറ്റുള്ളവരെ എന്ത് ചെയ്യാം എന്നല്ലേ ആലോചിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാം, മറ്റുള്ളവരെ എന്ത് ചെയ്യാം എന്നല്ലേ ആലോചിക്കാൻ പറ്റുള്ളൂ. ഇവർക്ക് 3 പേർക്കും സമവായവും, ഇവർക്ക് 3 പേർക്കും സ്വീകാര്യവും, ഇവർക്ക് 3 പേർക്കും കുട്ടുത്തരവാദിത്വവും വരുന്നൊരു തീരുമാനമെടുത്തല്ലേ ഹൈക്കമാൻഡിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നാളെ മുതൽ, എന്നാണോ അധികാരത്തിലേറുന്നത് അന്ന് മുതൽ ഇവിടെ പാളയത്തിൽ പട കാണേണ്ടി വരും. അത് നന്നായിട്ട് അറിയാവുന്നതാണ് ഹൈക്കമാൻഡിന്. അങ്ങനെ പാളയത്തിൽ പടവെട്ടി പിന്നിൽ നിന്ന് കുത്തേറ്റ് മരിച്ചുപോയ ഒരനവധി സാഹചര്യങ്ങളും നേതാക്കളും ഈ പ്രസ്ഥാനത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോമുല ഉണ്ടാക്കലാണ് ലക്ഷ്യമെങ്കിൽ ഹൈക്കമാൻഡിന്റെ മനസ്സിലൊരു പേരുണ്ട്. അങ്ങനെ മനസ്സിലൊരു പേര് വെച്ചുകൊണ്ടാണോ നേതാക്കളുമായി ആശയവിനിമയം നടത്തേണ്ടതെന്ന് ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആദ്യഘട്ട ചർച്ചകളിൽ നിന്ന് മാറുന്നത്? അദ്ദേഹം നിന്നാൽ KC വേണുഗോപാലിന് അനുകൂലമായ തീരുമാനവും സമ്മർദ്ദവും ഉണ്ടാകുമോ എന്ന് അദ്ദേഹം വിചാരിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് സമ്മർദ്ദശക്തിയാകാനും ഒരാൾക്ക് സ്വാധീന ശക്തിയാകാനും കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഫെയർ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു സാധനം വേണ്ടേ? KC വേണുഗോപാലാണ് ഹൈക്കമാൻഡ് എന്ന് ആരാ പറഞ്ഞേ? KC വേണുഗോപാലാണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞത് AK ആന്റണിയാണ്. അപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുന്ന പറയുമ്പോൾ ആരെ എടുക്കുക?
ഇതൊക്കെ പറയുന്നത് കോൺഗ്രസിലെ പ്രവർത്തക സമിതി അംഗമാണ്. എന്താ കെ ആന്റണി പറയാണ്, KC വേണുഗോപാലാണ് ഹൈക്കമാൻഡ്. അപ്പോൾ ആരാ തീരുമാനം എടുക്കുക? കോൺഗ്രസിൽ അങ്ങനെ ഒരു വൺ മാൻ ഷോയാണ് നടക്കുന്നതെന്ന് കോൺഗ്രസിലെ ഏറ്റവും ഉയർന്ന നേതാക്കൾ പറയുമ്പോൾ എവിടെയാ നീതി, എവിടെയാ ജനാധിപത്യം, എവിടെയാണ് ഫെയർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക? അപ്പോൾ അത് ആഗ്രഹത്തിനനുസരിച്ച്, അത് സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച്, അത് ഹൈക്കമാൻഡിന് ഒരാളെ മാന്യമായി പറഞ്ഞു വിടണമെങ്കിൽ കയ്യിൽ വെച്ച് കൊടുക്കുന്ന വാൽക്കണ്ണാടി പോലെ ഒരു ഉപഹാരമായിട്ടാണ് കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അത് കോൺഗ്രസിന്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ സിമ്പൽ ആണെങ്കിൽ നമോഭാഗം. അത്രയേ ഉള്ളൂ. ഇനിയും നീളുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനിയും നീളാനിടയില്ല. ഏറിയാൽ 2 ദിവസം. നാളെ ഉണ്ടാകാൻ സാധ്യതയില്ല. നാളെ ഇപ്പോൾ ഈ പറഞ്ഞ നേതാക്കളെയൊക്കെ വിളിപ്പിച്ചിരിക്കുന്നു, അവരെയൊക്കെ കേൾക്കുന്നു. മിക്കവാറും മറ്റന്നാളായിരിക്കും, ബുധനാഴ്ചയാകും തീരുമാനം ഉണ്ടാകാൻ സാധ്യത എന്നാണ് അവരിൽ നിന്ന് തന്നെ നമുക്കറിയാനാകുന്നത്. ഇപ്പോൾ ഏതൊക്കെ നേതാക്കളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്? മുൻ KPCC അധ്യക്ഷന്മാരെ K മുരളീധരൻ, K സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോകുന്നില്ല, ഫോണിൽ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. MM ഹസൻ, VM സുധീരൻ, അല്ലേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ക്ഷണമുണ്ട്. പിന്നെയുള്ള KPCC വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. അപ്പോൾ ഇതിൽ പിന്തുണയുടെ കണക്കുകൾ നോക്കുമ്പോൾ ഈ പറയുന്ന ആദ്യത്തെ മുരളീധരനാകട്ടെ, മുല്ലപ്പള്ളി ആകട്ടെ, VM സുധീരനാകട്ടെ VDക്കൊപ്പമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹസന്റെ കാര്യത്തിലും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ഉറപ്പില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പക്ഷേ KCക്കൊപ്പമാണ് ഉള്ളത്. അപ്പോൾ K സുധാകരൻ, പിന്നെ പറയുന്ന വർക്കിംഗ് പ്രസിഡന്റുമാർ എല്ലാവരും അത്രയും പേർ KC പക്ഷത്തിനൊപ്പമാണ്, KCക്കൊപ്പമാണ്. അപ്പോൾ അങ്ങനെ പിന്തുണ ഉറപ്പാക്കാനാണോ ഈ നേതാക്കളെ വിളിപ്പിക്കുന്നത്? അതിൽ ഭൂരിപക്ഷം അതാ KCക്കൊപ്പം എന്ന് സ്ഥാപിക്കാനാണോ എന്നൊരു സംശയം ഒരു വശത്ത് നീളുന്നുണ്ട്. ഏതായാലും ആ നേതാക്കളെ വിളിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തെ ലംഘിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് അല്ലല്ലോ ഈ 102 എന്ന കണക്കിലേക്ക് എത്തിയത്. അപ്പോൾ ജനവികാരം കണക്കിലെടുക്കണം എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു എന്നുള്ളതും നേരത്തെ വന്ന വാർത്തകളാണ്. അപ്പോൾ അതിലപ്പുറമുള്ള പല കാര്യങ്ങളായി പല ഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ VD സതീശുമായി ബന്ധപ്പെട്ട് പറയുന്നത് അദ്ദേഹത്തിന് ഭരണ പരിചയമില്ല എന്നാണ്, ഭരണം നടത്തി പരിചയമില്ല എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി തന്നെയാണ് പുതിയവർ വരട്ടെ എന്നൊരു ഒരു മാതൃക മുന്നോട്ട് വെച്ച് അങ്ങനെ പല പുതിയ നേതാക്കൾ വരികയും പല പുതിയ നേതാക്കൾ MP മാരാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് VD സതീശന് രാഹുൽ ഗാന്ധി തന്നെ നിർദ്ദേശിക്കുകയും അല്ലെങ്കിൽ സോണിയാഗാന്ധി തന്നെ നിർദ്ദേശിച്ചിട്ടാണ് VD സതീശൻ വരുന്നത്. അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതല വളരെ വൃത്തിയായി അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു. അങ്ങനെ നടപ്പാക്കിയ ഒരു നേതാവ് ഇവിടെ ഒരു വൻ വിജയം നൽകിയിട്ട് ഇന്നേക്ക് 7-ാം ദിവസമായിട്ടും ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ലീഗ് അതിശക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. അവർക്ക് പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി ഉണ്ടാകാത്തത്, ഇത്രയും നല്ല ഫലം ഞങ്ങൾ നൽകിയിട്ട് മുഖ്യമന്ത്രി ആകാത്തത് എന്ത് എന്ന ചോദ്യം കോൺഗ്രസിൽ നിന്നോ ലീഗിൽ നിന്നോ മാത്രമല്ല കേട്ടോ. ഇവിടെ നിഷ്പക്ഷമായി വോട്ട് രേഖപ്പെടുത്തിയവരും ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു മാറ്റം പ്രതീക്ഷിച്ചു, ആ മാറ്റം നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. ആ മാറ്റം ഇവിടെ ഉണ്ടായ 10 വർഷത്തോടുള്ള മടുപ്പാണ്, അതിനിയും തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്ന മോശം പ്രവണതകളും ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള വോട്ടാണ് ഞങ്ങൾ കുത്തിയത്. അപ്പോൾ അതിനുള്ള ഫലം എന്താണ് ഇതുവരെയും വരാത്തത് എന്ന ചോദ്യം. ഞങ്ങൾ വോട്ട് ചെയ്തത് VD സതീശൻ എന്ന നേതാവ് നൽകിയ മാറ്റമെന്ന പ്രതീക്ഷയ്ക്ക് ഒപ്പമാണ്. ആ പ്രതീക്ഷ നിറവേറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇല്ലാത്ത, അതായത് ചിത്രത്തിൽ ഇല്ലാത്ത ഒരാളെ പിൻവാതിൽ കൂടി കയറ്റാനാണോ നിങ്ങൾ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നു. നമുക്ക് KC വേണുഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവ് എന്താണെന്നും അദ്ദേഹം എത്രത്തോളം വളർന്ന നേതാവാണെന്നും അദ്ദേഹം ദേശീയ തലത്തിൽ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ മത്സരത്തിൽ ഉണ്ടാകാതിരുന്നാൽ, അങ്ങനെയാണെങ്കിൽ മത്സരത്തിന്റെ ഭാഗമാകണമായിരുന്നു. മത്സരത്തിന്റെ ഭാഗമാകാതെ അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്നു എന്ന രൂപത്തിൽ ഇവിടെ നിൽക്കുകയും എല്ലാം കഴിഞ്ഞ് നല്ല ഫലം വന്നപ്പോൾ ഇനി ഞാനിരിക്കാം എന്ന രൂപത്തിൽ വരുന്നതിനെ നല്ല മോശം രീതിയിൽ തന്നെ അതിനോടുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ജനത്തിന്റെ പ്രതികരണമാണ്. അതിൽ കണ്ണുരുട്ടി ഫ്ലക്സ് എടുപ്പിച്ചാൽ തീരുന്നതല്ല ആ പ്രതിഷേധം. ഇനിയിപ്പോൾ ഒപ്പമല്ല ആ തീരുമാനമെങ്കിൽ ഈ പറയുന്ന ഫ്ലക്സ് അല്ല, അതിലും വലിയ പ്രതിഷേധങ്ങൾ ഈ കേരളത്തിൽ കാണേണ്ടി വരും. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ അതിലും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ഇനി ലീഗ് ഇതിൽ എന്തിനാണ് ഒരു നിലപാടെടുക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഉയർന്നല്ലോ. KC പക്ഷമാണ് എന്ന് പറയുന്ന, ഇപ്പോൾ KC പക്ഷത്തേക്ക് വന്നിരിക്കുന്ന, KCയുടെ നാവാണ് എന്ന രൂപത്തിൽ പ്രതികരിക്കുന്ന നേതാക്കൾ. പക്ഷേ KC പക്ഷത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അങ്ങനത്തെ ഒരു പ്രതികരണത്തിൽ വന്നിട്ടില്ല. AP അനിൽകുമാറിനെ പോലുള്ളവർ ആരും തന്നെ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം. ഈ അടുത്ത് വന്ന് ഞാൻ നിങ്ങളുടെ ഒപ്പമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ ചില പ്രതികരണങ്ങൾ ചിലർ നടത്തുകയാണ്. അപ്പോൾ ലീഗിന് എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ലീഗിന് കാര്യമുണ്ട്. ലീഗ് ഇവിടെ കോൺഗ്രസിനെ പലയിടത്തും ജയിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലീഗ് ആകെ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഹൈക്കമാൻഡ് ഞങ്ങൾക്ക് മുന്നിലേക്ക് തന്ന നേതാവ് VD സതീശനാണ്. അപ്പോൾ ആ നേതാവ് പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഞങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെത്താൻ പറ്റി. അതുകൊണ്ട് ആ നേതാവ് തന്നെ വരട്ടെ എന്ന് പറയുന്നത് ഏറ്റവും കൃത്യമായ തീരുമാനമാണ്. ഇനി അതല്ല, നിങ്ങൾ അപ്പുറം ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, അതിനെ ഞങ്ങൾ എതിർക്കാനില്ല എന്നുകൂടി ലീഗ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനം അതിനനുസരിച്ചാണോ തീരുമാനം എടുക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി എനിക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഞാനിപ്പോൾ പങ്കുവയ്ക്കാം. അതായത് ലീഗിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. ലീഗിന് മേൽ വലിയ സമ്മർദ്ദം എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ഫോൺ കോളുകൾ വരുന്നു.
ലീഗ് നിലപാട് മാറ്റണം. അതായത് VD സതീഷ് നൽകുന്ന പിന്തുണ എന്നുള്ള തീരുമാനം മാറ്റണം. ഹൈക്കമാൻഡ് തീരുമാനം ഇതാ ഞങ്ങൾ അംഗീകരിച്ചു, അതിനൊപ്പമാണ് ഞങ്ങൾ എന്ന് ലീഗിനെ കൊണ്ട് പറയിക്കണം. അത് ഏത് രീതിയിലാണ് നോക്കാം. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് അബ്ബാസ് അലി തങ്ങൾക്ക് സിദ്ധരാമയ്യയുടെ അഭിനന്ദനം എന്നുള്ളത്. ബംഗളൂരുവിൽ നിന്നുള്ള വാർത്തയാണ്. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി നേടിയ ചരിത്ര വിജയത്തിൽ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അഭിനന്ദിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ അഭിനന്ദനം മാത്രമായി ആ ചർച്ച അവിടെ നീങ്ങുന്നില്ല എന്നുള്ളതാണ്. സിദ്ധരാമയ്യ ഉപയോഗിച്ചാണ് ലീഗിൽ സമ്മർദ്ദമുള്ളത്. സിദ്ധരാമയ്യ KCക്ക് അടുപ്പമുള്ള നേതാവാണ്. അപ്പോൾ സിദ്ധരാമയ്യ ലീഗിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി കർണാടകയിലെ ന്യൂനപക്ഷ മന്ത്രി സമീർ അഹമ്മദ് പാണക്കാടെത്തിയിരുന്നു. കർണാടകയിൽ നിന്നും ന്യൂനപക്ഷ മന്ത്രി സമീർ അഹമ്മദ് പാണക്കാട് വന്ന് തങ്ങളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അബ്ബാസ് അലി തങ്ങൾ സിദ്ധരാമയ്യെ കണ്ടതും വിരുന്ന് നൽകിയതിനും അതിനുശേഷമാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ ബാംഗ്ലൂർ KMCCക്ക് MLC സ്ഥാനം വരെ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ആ സമ്മർദ്ദം. ബാംഗ്ലൂരിൽ KMCCക്ക് ഒരു MLC സ്ഥാനം കൂടി നൽകാമെന്നുള്ള വാഗ്ദാനം കൂടി നൽകാം. ഒരു MLC സ്ഥാനത്തിലാണോ ലീഗ് വഴങ്ങാൻ പോകുന്നത് ഈ ജനവികാരത്തിനൊപ്പം നീളുമ്പോൾ? അപ്പോൾ ലീഗിനെ അങ്ങനെ ചെറുതായി കണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സമ്മർദ്ദം നീങ്ങുന്നു. പക്ഷേ അപ്പുറത്ത് വയനാട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പ്രിയങ്ക ഗാന്ധിയെ തന്നെ ഞങ്ങളുടെ നിലപാട് VDക്കൊപ്പമാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുലുമായി AK ആന്റണി സംസാരിച്ചിട്ടുണ്ട്. VDക്കൊപ്പമാണ് AK ആന്റണി എന്നുള്ള ഒരു വിവരമാണ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ VM സുധീരൻ VDക്കൊപ്പമാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബോധ്യമായൊരു കാര്യം. അപ്പോൾ ലീഗിന് മേൽ വലിയ സമ്മർദ്ദം കർണാടക വഴി അടക്കം നടന്നിട്ടുണ്ട്. ആ സമ്മർദ്ദം അതിജീവിക്കാൻ ലീഗിന് സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആ സമ്മർദ്ദം അതിശക്തമാണ്. അതുകൂടാതെ നേതാക്കളും ഉണ്ടാകാം. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ വിവരം മാത്രമാണ്. ഈ സമ്മർദ്ദം അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും സമ്മർദ്ദം ചെലുത്താൻ കഴിവില്ലാത്തവരും ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് ഗ്രൂപ്പ് യോഗം, ഇന്നിപ്പോൾ നമ്മൾ അറിയുന്ന K സുധാകരൻ KC പക്ഷം യോഗം ചേരുന്നു നാളെ സംസാരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇനി വേണ്ട എന്ന തീരുമാനം ഇവിടെ കേരളത്തിൽ എടുക്കുകയും ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിച്ച് ജനങ്ങളെ അണിനിരത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തിയ നേതാവ് ഔട്ടാവുകയും ഗ്രൂപ്പ് വിജയിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഗ്രൂപ്പാണ് പ്രധാനമെങ്കിൽ ആ നിലയ്ക്ക് പോകട്ടെ. ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ട ഒരു മറുപടി നൽകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ കേരളം ഒരു തുരുത്താണ്. ആ തുരുത്ത് കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുമോ എന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞതുപോലെ ജനവികാരം എന്താണ് എന്ന് തമിഴ്നാട്ടിൽ പോയി അവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി. ഇവിടെയുള്ള ജനവികാരം പല രൂപത്തിൽ രാഹുൽ ഗാന്ധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മെയിലുകളായിട്ടും പ്രതികരണങ്ങളായിട്ടും അല്ലെങ്കിൽ തെരുവിലെ പ്രതിഷേധങ്ങളായിട്ടും എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അത് കാണുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കുന്ന ഒരു ബോധ്യമുണ്ട്. അത് മറ്റാരെങ്കിലും പറഞ്ഞു കിട്ടുന്ന ബോധ്യമല്ല. അപ്പോൾ ആ ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു നീതിയുക്തമായ തീരുമാനം അത് ഈ 2 ദിവസത്തിനകം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും നീളുമോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ആൻഡോ, നാളെ കൊണ്ട് ഈ കാര്യത്തിന് തീരുമാനമായില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ 2-3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് പറയാം. ഒന്ന്, ഈ കോൺഗ്രസ്സിന് ഒരു ഇലക്ഷന് മുൻപ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇലക്ഷന് മുൻപ് കോൺഗ്രസ്സിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ പോയ കാരണം എന്ന് പറയുന്നത് ഇവർ 3 പേർ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് എങ്ങനെയോ നമ്മൾ മറക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരും അണികളും ഇട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇലക്ഷന് മുമ്പ് ഒരു സിംഗിൾ മാൻ ഇലക്ഷന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഒറ്റ കാര്യമുള്ളൂ. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ 3 പേരും ഈ കാര്യത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ VD സതീശൻ്റെ കേരള യാത്ര തുടങ്ങിയതുണ്ട്. കാരണം എന്താണ്, ആരാണ് ഇതിനെ നേതൃത്വം വഹിക്കുന്നതെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹം കേരള യാത്ര പ്രഖ്യാപിച്ചു, കേരള യാത്ര നടത്തി. എന്നിട്ട് അദ്ദേഹം ഒരു പ്രതിനിധി ഉണ്ടാക്കി, എന്താണ് ഞാനാണ് നയിക്കാൻ പോകുന്നത് എന്നുള്ള പ്രതിനിധി ഉണ്ടാക്കി. അതിന് KPCC അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. KPCC അധ്യക്ഷൻ അന്ന് സണ്ണി ജോസഫ് പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് അടിയുണ്ടാകും എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞു ഇലക്ഷന് ശേഷം. സണ്ണി ജോസഫ്. അതാണ് സത്യം. ഇവർ 3 പേരും ഇലക്ഷൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ല എന്ന് വരുത്തി തീർക്കുന്നതാണ് ആദ്യത്തെ നാടകം എന്ന് പറയുന്നത്. ഇതാരാ കളിക്കുന്നതെന്നറിയോ? ഈ പറയുന്ന 3 നേതാക്കന്മാർ തന്നെയാണ്. ഒരാളെയും അതിനകത്ത് കുറ്റം പറയേണ്ടതില്ല. അതിനകത്ത് നല്ലവൻ VD സതീശനാണ്, മോശക്കാരൻ KC വേണുഗോപാലാണ്, അതിനകത്ത് നിഷ്പക്ഷനായി രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയുന്നത് ഒക്കെ നാടകമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയം കാണുന്നത് അപകടകരമായ രാഷ്ട്രീയത്തിലേക്കാണ് കേരളം പോകുന്നത്. അപകടകരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ലീഗിനെ കേരളത്തിൽ നല്ലൊരു വിജയം സമ്മാനിച്ച ലീഗിനെ വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിക്കാനുള്ള അവസരം കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ഡൗട്ടും ആ കാര്യത്തിനകത്തോടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗ് തീരുമാനിക്കുന്നു എന്നാണ്. KC പക്ഷം പറയുന്നത് ലീഗ് തീരുമാനിക്കുന്നു, VD സതീശൻ പക്ഷം പറയുന്നത് ലീഗ് തീരുമാനിക്കും. എന്താണെന്നേ, വയനാട്ടിലെ ലീഗിൻ്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിക്ക് കത്തയച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലീഗ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്.
അല്ലേ? ഈ കേരളത്തിലും കർണാടകയിലും മന്ത്രി പാണക്കാട് വന്ന് കേസിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ലീഗ് ഇടപെടുന്നു എന്നുള്ളതാണ്. എനിക്ക് ലീഗിനോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, നിങ്ങൾക്കെതിരെ ചാപ്പ കുത്തുന്നതിന് എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് വെട്ടി തുറന്ന് പറഞ്ഞോളൂ. നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ പറയണം. കേരളത്തിൽ ഇന്നയാൾ മുഖ്യമന്ത്രി ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നയാൾ മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ AICC എടുക്കുന്ന തീരുമാനമാണോ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. AICC എടുക്കുന്ന തീരുമാനമായി ഞങ്ങൾ മുന്നോട്ട് പോകും, ആ മുഖ്യമന്ത്രിയെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? കേരളത്തിലെ BJPയും ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനും ഈ പറഞ്ഞ ഹിന്ദു പാർട്ടികളും എല്ലാം കൂടി വന്ന് പറയാൻ പോകുന്നതെന്തറിയോ? കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് ലീഗാണ് എന്നുള്ളത്. എന്താ ലീഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ അതൊരു മതേതര പാർട്ടി എന്നുള്ള നിലയ്ക്കല്ല ലീഗിനെ പറയുന്നത് കേട്ടോ. അതെന്താണ്? ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്, കേരളത്തിലെ മുസ്ലിങ്ങളാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ പറയിക്കാൻ വേണ്ടിയിട്ടാണ്. ലീഗ് മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം അത് ലീഗ് ആ ഒരു വലിയ കുഴിയിൽ പോയി ചാടുക എന്നുള്ളതിനൊക്കെ അപ്പുറമുണ്ട്. ഇന്നിപ്പം മലപ്പുറത്തെ ലീഗിൻ്റെ പ്രസിഡന്റ് പറയുകയാണ്, ഞങ്ങൾക്ക് കവലകളിൽ പോകാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് മരണ വീട്ടിൽ പോകാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ കഴിയുന്നില്ല. എല്ലായിടത്തും ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്രയും 102 സീറ്റ് തന്ന് അധികാരത്തിൽ തരാൻ തീരുമാനിച്ചത്? നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടാണ്? അത് ലീഗിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല കേട്ടോ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് മുഴുവൻ, കോൺഗ്രസ് അണികളോട് മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് ജിൻഡോ ജോണിനോട് ഷാഫി ചാലിയും ചോദിക്കുന്നുണ്ട്, പനി പിടിച്ച കടുവേനെ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നാണ് പറയുന്നത്. പനി പിടിച്ച കടുവേനെ പോലെ. അത് ഒരു നേതാവിനോടാണ് പറയുന്നതെന്ന് ഓർക്കണം. അത് അദ്ദേഹം കേട്ട് മിണ്ടാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാൻ പറ്റാത്തത്? മിണ്ടാൻ പറ്റാത്തത് അവർക്ക് അതിന് മറുപടിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ച് കളിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, അത് വളരെ മോശമാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, 3 മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ നിയമസഭയിൽ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ഒരു മുഖ്യമന്ത്രിയിലല്ലേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണ്ടേ? ആരെങ്കിലും 2 പേര് വിട്ടുവീഴ്ച ചെയ്യണ്ടേ? ഒന്നിലേക്ക് KC വേണുഗോപാൽ വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ VD സതീശൻ വിട്ടുവീഴ്ച ചെയ്യണം. ഇതൊരു കീറാമുട്ടിയായി എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതിനെ ഞാൻ ഒരു ഇഞ്ചിൽ പോയിട്ടോട്ടെ, ഞാൻ വേണമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞ് VD സതീശൻ നിൽക്കുകയാണ്. ഈ പറഞ്ഞ KC വേണുഗോപാലെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്? എനിക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ അവിടുന്ന് ഈ പറഞ്ഞ 7 വർഷം ഇന്ത്യയുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നയിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി ഇരുന്ന ആൾക്ക് എനിക്കൊരു ഡീസൻറ്റ് എക്സിറ്റ് പറയുന്നതിൻ്റെ അകത്തും ലോജിക്കുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം പറയുന്നതിന് ലോജിക്കുണ്ട്. കഴിഞ്ഞ 2016 തുടങ്ങി 2021 വരെ ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു. അന്ന് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം എന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ക്രൂശിച്ചത്. എനിക്ക് മുഖ്യമന്ത്രിയാണെന്നതിന് ലോജിക്കുണ്ട്. പക്ഷേ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണ്ടേ? അല്ലേ? അല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ് കേരളത്തിൽ രാഷ്ട്രീയം നടത്തിക്കൊണ്ട് പോവുക ആണോ? നിങ്ങൾ കേരളത്തിലെ എല്ലാ മന്ത്രിമാരെയും ചോദ്യം ചെയ്യില്ലേ? ധനവകുപ്പ് ചെറിയ വകുപ്പാണോ? ആഭ്യന്തര വകുപ്പ് ചെറിയ വകുപ്പാണോ? ഈ പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ കർണാടകയിൽ എങ്ങനെയാണ് സംവിധാനം കൊണ്ടത്? സിദ്ധരാമയ്യയല്ലേ അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? അവിടുത്തെ DK ശിവകുമാറിനെ അവർ കൈകാര്യം ചെയ്തില്ല. ഇതെന്താ സംഭവം എന്നറിയോ? ഉപമുഖ്യമന്ത്രി ചർച്ച പോലും മുന്നോട്ട് വെക്കുന്നതിനേക്കാളും അപ്പുറം ഒറ്റപ്പിടിവാശിയിൽ നിൽക്കുകയാണ്. ഇതാണോ ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനം എടുക്കുമെന്ന് പറയുന്നത്? ഇതൊരു കപട രാഷ്ട്രീയമാണെന്നേ. ഈ കപട രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തറിയോ? ഞാൻ ജനങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു നേതാവ് പഠിച്ച പണിമായിട്ട് എടുക്കുകയാണ്. എന്തിനാണ് മെയിലയപ്പിക്കുന്നത്? ഗ്രൂപ്പ് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടാണോ? ഗ്രൂപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ VD സതീശന് വേണ്ടി ഇറങ്ങുന്നത്. ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് KC വേണുഗോപാലിന് വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നത്. ഇത് ഉള്ള സാധനം ഇല്ല എന്ന് പറയുന്നത് ഏത് ലോജിക്കിൻ്റെ അർത്ഥത്തിലാണ്? അപ്പം എന്താണ് ചെയ്യാൻ കഴിയുക? AICCക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രം. അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അരാഷ്ട്രീയം എന്ന് പറയുന്നത്. മനസ്സിലായി? ഒരു സംവിധാനം എന്ന് പറയുന്ന ആരാ? ആ സംവിധാനം എന്ന് പറയുന്നത് ആ നേതൃത്വമാണ്. ഒന്നിൽ ഈ നേതൃത്വ വിശ്വാസത്തിലെടുക്കണം. അങ്ങനെയല്ലേ സംവിധാനം ചെയ്യുക? AICCൻ്റെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൽ വിശ്വാസം എടുക്കണം. അല്ലെങ്കിൽ സോണിയാഗാന്ധിനെയും രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും വിശ്വാസം എടുക്കണം. ആ വിശ്വാസത്തിലെടുത്ത് ഇവർ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുള്ളൂ എന്ന് വിശ്വസിക്കണം. ഇവരെ വിശ്വസിക്കാതെ കേരളത്തിൽ മാത്രം കോൺഗ്രസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ നാഷണൽ ലീഡറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുതിർന്ന നേതാവാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പോസ്റ്റുകൾ. കാരണം രമേശ് ചെന്നിത്തലയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മുഖ്യമന്ത്രിയായി. രമേശ് ചെന്നിത്തല മാത്രമേ മുഖ്യമന്ത്രിയാകത്തുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച മമതാ ബാനർജി അടക്കമുള്ളവരൊക്കെ മുഖ്യമന്ത്രിയായി. അപ്പോൾ അദ്ദേഹത്തിനും ക്ലെയിമുണ്ട്. ഇതെല്ലാം നോക്കി അവർ ഉചിതമായ തീരുമാനമെടുക്കാൻ AICCക്ക് വിട്ടുകൊടുക്കണ്ടേ? അതെന്തുകൊണ്ട് ഈ നേതാക്കന്മാർ ചെയ്യുന്നില്ല? അവരിൽ എന്തുകൊണ്ട് ലീഗിനെ വെച്ച് പ്രശ്നം ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലീഗ് എന്ന് പറയുന്ന സാധനം ലീഗ് ധർമ്മ സംഘടനയിലാണ് കേട്ടോ. ലീഗിന് ഒരു കാര്യം മിണ്ടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മിണ്ടിയാൽ അത് പ്രശ്നമാവും.
മിണ്ടിയാലും പ്രശ്നമാവും. ലീഗിന് എന്താണ് ആ ലീഗ് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും പ്രശ്നമാവും എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. ഇതിനകത്ത് പെടാതെ നിൽക്കുന്ന പി ജെ ജോസഫ് മാത്രമാണ് കേട്ടോ. പി ജെ ജോസഫിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരും വലിയ ധർമ്മസങ്കടത്തിലാണ്. കാരണം അവരും ഈ 102 MLA മാരും ജയിച്ചു വന്ന UDF-ന്റെ 102 MLA-മാരും ധർമ്മസങ്കടത്തിലാണ്. അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുക? ആരുടെ കൂടെ നിൽക്കും? KC വേണുഗോപാലിനെ കൂടെ, VD സതീശൻ്റെ കൂടെ നിൽക്കണം, രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കണോ? മൂന്ന് പേര് അവർക്ക് ഒരുപോലെയാണ്. ഈ പറയുന്ന 102 മണ്ഡലങ്ങളിൽ 85 മണ്ഡലങ്ങളോളം KC വേണുഗോപാൽ ഓടി നടന്ന് പണിയെടുത്തിട്ടുണ്ട്. 56 മണ്ഡലങ്ങളോളം VD സതീശൻ ഓടി നടന്ന് പണിയെടുത്തിട്ടുണ്ട്. ഏകദേശം 47-50 മണ്ഡലങ്ങളിൽ രമേശ് ചെന്നിത്തല ഓടി നടന്ന് പണിയെടുത്തിട്ടുണ്ട്. ഒരേ മണ്ഡലത്തിൽ 3 നേതാക്കന്മാർ വന്ന് പണിയെടുത്ത MLA-മാരുണ്ട്. ഇവരില്ലേ? ഇവരെന്താ ചെയ്യേണ്ടത്? അബ്ബാസ് അലി തങ്ങളും ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് കുഞ്ഞാലിക്കുട്ടിയും പോയി നിന്ന് വിജയിപ്പിച്ച മണ്ഡലങ്ങളുണ്ട്. അത് ലീഗിന് സ്വാധീനമുള്ള സ്ഥലത്ത് അങ്ങനെയാണ്. ഈ പറഞ്ഞ കളമശ്ശേരി അടക്കം കോൺഗ്രസ് പണിയെടുത്തുകൊണ്ട് ലീഗ് ജയിച്ച മണ്ഡലങ്ങളാണ് അല്ലേ? കോൺഗ്രസ് വിചാരിക്കുക ലീഗിനെ തോപ്പിച്ചളയാം എന്ന് കളമശ്ശേരി വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ തോറ്റേനെ. അപ്പോൾ കോൺഗ്രസ് ലീഗ് മാത്രം വിചാരിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നതെന്നും കോൺഗ്രസ് വിചാരിച്ചുകൊണ്ടതല്ല. സർക്കാരിനെതിരായ വികാരം UDF-ന് അനുകൂലമായി വന്നതുകൊണ്ട് 102 സീറ്റ് കിട്ടി. ഇത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഇത് എൻ്റെ മാത്രം കഴിവാണ്, ഇത് ഞാൻ മാത്രം ചെയ്തതാണ് ശരി, ഞാൻ മാത്രമാണ് കേരളത്തിന് മുഖ്യമന്ത്രിയായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നാളെ രാവിലെ NSSൻ്റെ സുകുമാരൻ നായർ വന്നിട്ട് പറയുകയാണ് VD സതീശൻ മുഖ്യമന്ത്രി ആണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും സംഭവിക്കുക? ഈ പറയുന്ന കോൺഗ്രസ് സുകുമാരൻ നായർ വന്നിട്ട് KC വേണുഗോപാൽ പണ്ട് പറഞ്ഞ പോലെ താക്കോൽ സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വരട്ടെ, അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വരട്ടെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അതേ നിലപാട് തന്നെയായിരിക്കും ഇവിടെയുള്ളത്. ഇദ്ദേഹം പാണക്കാട് ശിഹാബ് അലി തങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസിഡന്റിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ഒരു സമുദായ നേതാവും കൂടിയാണ്. അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ കൈകാര്യം ചെയ്തു പോകുന്ന സമയത്ത് അവർ ഇന്നേ വരെ എടുത്ത നിലപാട്, ഇത് ബാബറി മസ്ജിദ് തകർത്ത കാലം തുടങ്ങി അവരെടുക്കുന്ന വരുന്ന നിലപാടുണ്ടല്ലോ, നിരപേക്ഷത നിലപാട്. ആ നിലപാട് എന്ന് പറയുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം ഇടപെടുന്നില്ല എന്ന് ശക്തമായി വന്ന് മുന്നിൽ പറയണം. അതോടുകൂടി അവസാനിക്കും. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? AICCക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ പറ്റില്ലേ? പി ജെ ജോസഫ് ഒന്ന് പറയണം, എന്ത് ഞങ്ങൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഞങ്ങൾ നിലപാടെടുക്കുന്നില്ല, അവർക്ക് ആരെയും തീരുമാനിക്കുക, അവർ നമ്മൾ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞാൽ AICCക്ക് സ്വതന്ത്രമായ നിലപാടെടുക്കാം. ആ നിലപാടെടുക്കാൻ പറ്റാത്തതിന് കാരണം എന്താണ്? ആ പറ്റാത്തതിന് കാര്യങ്ങൾ ഇവരുടെ പാർട്ടിയുടെ അണികളെ പേടിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പേടിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലീഗിൻ്റെ അണികളെ പേടിക്കുന്നു, കേരള കോൺഗ്രസ് അണികളെ പേടിക്കുന്നു. അത് ജനവികാരം എതിരായി പോയാലോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇപ്പം ഞാൻ നാളെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവർ ഒറ്റ നിലപാട് സ്വീകരിക്കാതെ ഒരാൾ മുഖ്യമന്ത്രിയായെന്ന് പറയാം, ലീഗ് വിചാരിച്ചൊരു മുഖ്യമന്ത്രിയായാൽ ആ മന്ത്രിസഭയുടെ അവസ്ഥ എന്തായിരിക്കും? അവരാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? കൂട്ടുത്തരവാദിത്തോടുകൂടി ഒരു സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ? അതുപോലെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം. നമ്മളിവിടെ 4 പേരുണ്ട്, നമ്മൾ 4 പേരും ഞാനാണ് ആദ്യം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അവസ്ഥ എന്താ? ഈ അടിയും ബഹളവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനാണ് ആദ്യം സംസാരിക്കുക, നിങ്ങൾ മിണ്ടണ്ട എന്ന് ഒരാളൊക്കെ പറയുകയാണ്. എനിക്ക് സുനിൽ പറയുകയാണ് ഞാൻ ആദ്യം സംസാരിക്കും, സ്മൃതിമണ പറയും ഞാൻ ആദ്യം സംസാരിക്കും, മാധു പറയും ഞാൻ ആദ്യം സംസാരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ആരാ തീരുമാനം എടുക്കാൻ പറ്റുക? വേറെ ഒരാൾ വന്നിട്ട് നമ്മുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ? തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കോൺഗ്രസിൻ്റെ എന്താ പറയുന്നറിയോ, ഈ ഭരണവിരുദ്ധ വികാരം ഭരണത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുന്നേ വന്നു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം കോൺഗ്രസ് ഭരണത്തിൽ വരുന്നതിന് മുന്നേ വരണം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ഈ നേതാക്കന്മാരെ ബഹുമാനിക്കാൻ പഠിക്കുന്നേ. നിങ്ങൾ VD സതീശനെ ബഹുമാനിക്കൂ, നിങ്ങൾ KC വേണുഗോപാലിനെ ബഹുമാനിക്കൂ, നിങ്ങൾ രമേശ് ചെന്നിത്തലയെ ബഹുമാനിക്കൂ. ഇവരെ 3 പേരെയും ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ AICCക്ക് തീരുമാനമെടുക്കാൻ കഴിയും. തീരുമാനം എടുക്കാൻ കഴിയില്ലേ? AICC എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ അത് തിരുത്താൻ പിന്നീട് സമയമുണ്ടല്ലോ. 5 വർഷം കിടക്കല്ലേ? ഇന്നോടുകൂടി അവസാനിക്കുന്നുണ്ടോ? തീരുമാനം പറ്റില്ലോ. AICC എടുത്ത തീരുമാനം തിരുത്താൻ വേണ്ടി ഇവിടെ കേരളത്തിൽ ജനങ്ങളുണ്ടെന്ന് അത് തിരുത്തിച്ചോളൂ തെറ്റാണെങ്കിൽ. പക്ഷെ തീരുമാനമെടുക്കുന്നതിന് മേലെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മിനിഞ്ഞാന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്? നമ്മൾ നാളെ വൈകുന്നേരത്തേക്ക് തീരുമാനം എടുക്കും. കാരണം എന്താണ് ചർച്ച? AICCയുടെ നേതൃത്വം മല്ലികാർജ്ജുന ഖാർഗെയും നമ്മുടെ രാഹുൽ ഗാന്ധിയും കേരളത്തിലെ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ ഇൻഡിവിജ്വലായി മൊത്തത്തിൽ ഒന്നിച്ച് കണ്ടതിന് ശേഷം അവർ സന്തോഷത്തോടുകൂടി പത്രസമ്മേളനം നടത്തി അവരെ തിരിച്ചിങ്ങോട്ട് വിട്ടു ഇല്ലേ? എന്നിട്ട് അവർ ഓരോരുത്തരും പറഞ്ഞെന്താണ്? ഞങ്ങളെല്ലാം AICC നേതൃത്വത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. AICC നേതൃത്വത്തിൽ അവർ ഉടനെ തീരുമാനം പറയും. എന്താ പറയുക? അവരെന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്ത് വിട്ടതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. ഇന്നിനി ചൊവ്വാഴ്ച നല്ല ദിവസമല്ല. നാളെ പറയാൻ വരുന്ന ന്യായീകരണങ്ങളെ കൊണ്ട് ഞെട്ടിപ്പോവാണ്. കേരളത്തിൽ ചൊവ്വാഴ്ച നല്ല ദിവസമല്ല എന്നാണ് പറഞ്ഞത്. ചൊവ്വാഴ്ച അല്ല പറഞ്ഞോളൂ, അത് പറഞ്ഞില്ല. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ 13ാമത്തെ നമ്പർ എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. 13ാമത്തെ നമ്പർ മനസ്സിലായില്ലേ? 13ാമത്തെ നമ്പർ ആ മന്ത്രിസഭ പറയുന്ന മന്ത്രിക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ 13ാമത്തെ നമ്പർ എടുത്തിട്ട് തോമസ് ഐസക് 5 വർഷം പൂർത്തീകരിച്ചത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്ന ന്യായീകരണങ്ങളെ ചില്ലറയായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിലപാടുണ്ടോ?
നിലപാട് വെട്ടി തുറന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും KC വേണുപോലെ ഇതാണോ നിലപാടെങ്കിൽ പറ, എനിക്ക് മുഖ്യമന്ത്രി ആണെന്ന് വന്ന് മുന്നിൽ പറ. അതല്ലേ ചെയ്യേണ്ടത്? എനിക്ക് മുഖ്യമന്ത്രിയാണോ, എനിക്ക് മുഖ്യമന്ത്രി ഇന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന പിന്നെ എന്താണ് US ഇലക്ഷൻ്റെ സമയത്ത് 2 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളും അല്ല പ്രസിഡന്റ് സ്ഥാനാർത്ഥികളും വന്നിരുന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ എൻ്റെ മഹിമ ഇന്നതൊക്കെയാണ്, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ശൈലി ഇന്നതാണ്, നടത്തട്ടെ എന്ന കേരളത്തിൽ പുതിയ രാഷ്ട്രീയമല്ലേ, ശൈലി മാറട്ടെ, പുതിയ രാഷ്ട്രീയത്തിലേക്ക് കേരള ശൈലി മാറട്ടെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ KC വേണുഗോപാലാണോ പ്രാപ്തൻ, രമേശ് ചെന്നിത്തലയാണോ പ്രാപ്തൻ, VD സതീശനാണോ പ്രാപ്തൻ എന്ന് പറയുമല്ലോ. ആ രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇത് ഉൾപ്പോര് നടത്തിയിട്ട് സ്വന്തം അണികളെ കൊണ്ട് പോസ്റ്റ് ഇടിക്കുകയും സ്വന്തം അണികളെ കൊണ്ട് പിന്നെ ഫേസ്ബുക്കിൽ എഴുതിക്കുകയും സ്വന്തം അണികളെ കൊണ്ടിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്താണ് പിന്നെ സോഷ്യൽ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ ജെട്ടിവറിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കും സ്ഥാനാർത്ഥിയാക്കും എന്ന് വിചാരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ടല്ലോ, ഇവന്മാരെ പോലെ പൊട്ടന്മാർ ലോകത്ത് എവിടെയും ഉണ്ടാവുമോ? ഇതിന് മേലെ തീരുമാനം എടുപ്പിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന രീതിയിൽ. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം ഇതാണ് എന്ന് പറയുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് പോലും കേട്ടോ. ഇതിനേക്കാളും വലിയൊരു സൗന്ദര്യം എനിക്ക് കിട്ടാനില്ല. ഇതിലാരും മോശം ഞാൻ ഒരാളെ ചില കളിയുണ്ടല്ലോ, രാത്രിക്ക് ഇത് വെക്കാൻ പോയവരുണ്ടല്ലോ, എല്ലാം കണക്കാണ്. എങ്ങനെയാണ് ഇത്? കോൺഗ്രസിന് കുറ്റം പറഞ്ഞ കാര്യമില്ലെന്നേ ഞാൻ പറഞ്ഞത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് കേട്ടിട്ടില്ലേ? കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വർഗീയ ശക്തികൾ ഇറങ്ങും ഇല്ലേ, വർഗീയ പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങും. അതെല്ലാം സ്വാഭാവികമാണ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഇല്ല ഞാൻ പറയുന്നില്ല. കാരണം കലക്കവെള്ളമാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി എല്ലാവർക്കും എളുപ്പമാണ്. കാരണം ഒരെണ്ണത്തിന് ബോധമില്ലല്ലോ. ശരി, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് മനസ്സിലായിട്ടുണ്ട്. വെള്ളം കലക്കി കഴിഞ്ഞാൽ മീനിന്റെ ബോധം മുഴുവൻ പോകും. പിന്നെ അപ്പൊ അതുപോലെ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കലക്കി കഴിഞ്ഞു മൊത്തത്തിൽ. അതിനകത്ത് വർഗീയ ശക്തികൾ ഇറങ്ങി പ്രവർത്തിക്കുന്നു. നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? അത് ആരാണ് കാണേണ്ടത്? അവിടുത്തെ മുസ്ലിം ലീഗ് മാത്രമാണോ അത് കാണേണ്ടത്? അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാത്രം? ഇത് കാണേണ്ടത് UDFന്റെ പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക് UDF ആണ്. ഈ വർഗീയ ശക്തികൾക്ക് കൊടുത്ത മറുപടിയാണ് ഈ 102 എന്ന തീരുമാനമെടുത്തിട്ടില്ല എങ്കിൽ. സ്മൃതിമയുടെ ഒറ്റ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. എന്താണെന്നറിയോ? നിങ്ങൾ KPCC യോഗം ചേർന്നിട്ട് എന്താണ് സംഭവിച്ചത്? KPCC യോഗം ചേർന്നിട്ട് ഈ പറയുന്ന തീരുമാനം ഹൈക്കമാൻഡിന് വിടുന്നു. അതിനെ പിന്തുണയ്ക്കുന്നു VD സതീശൻ. മാന്യമായ കേരളം കണ്ട ഏറ്റവും സൗന്ദര്യപൂർണ്ണമായ പരിപാടിയാണത് അല്ലേ? ഒരാളെ തീരുമാനിക്കാൻ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ആരാണ്? മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും മുഴുവൻ MLA-മാരും ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. അത് എന്താണ്? ഹൈക്കമാൻഡാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാന്ന് പറഞ്ഞു. അത് തന്നെയാണല്ലോ ഇലക്ഷന് മുൻപും കോൺഗ്രസ് പറഞ്ഞത്. അത് തീരുമാനിക്കാൻ പറഞ്ഞു. അതിനെ VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിന്താങ്ങുന്നു. എന്നിട്ട് അത് ഡൽഹിക്ക് അയക്കുന്നു. ഡൽഹിയിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ എന്താ സമ്മർദ്ദതന്ത്രം തുടങ്ങി. അവിടെ പൊളിഞ്ഞു ആ കാര്യം. പിന്നെ എന്താണ്? പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് 2 ദിവസം മുൻപ് ഡൽഹിയിൽ ഇവരെല്ലാവരും വിളിച്ച് എല്ലാവരും അഭിപ്രായം കണ്ട് തിരിച്ച് ഇങ്ങോട്ട് വിട്ടു. എന്താണ് പറയുന്നത്? ഇനി ഒരു യുദ്ധം ഉണ്ടായിരുന്നു. പോസ്റ്റർ യുദ്ധം ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ പോസ്റ്റർ മാത്രം ഒഴിവാക്കി. സോഷ്യൽ മീഡിയയിലേക്ക് മാറി യുദ്ധം. പോസ്റ്റർ ഒഴിവാക്കിയത് ഫ്ലെക്സ് മാത്രം എടുത്ത് മാറ്റിയിട്ട് ആ യുദ്ധം സോഷ്യൽ ഒറ്റ കാര്യം അവസാനിപ്പിക്കാം. ഞാനൊരു MLA ഒരു പോസ്റ്റ് ഇട്ടു. മാധു നേരത്തെ റോജി M. ജോണിൻ്റെ പോസ്റ്റിലെ കാര്യത്തെക്കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ട്. അപ്പം ആ പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് എങ്ങനെയാണെന്നറിയോ? കമൻറ്റ് വന്നിട്ട് ഒരു പോസ്റ്റിന് താഴെ കുറേ പേര് വീടിക്കും, കുറേ പേര് ആർസിക്കും, കുറേ പേര് പിന്നെ എന്താണ് ആർസിക്കല്ല രമേശ് ചെന്നിത്തലയ്ക്കും KCക്കും വേണ്ടിയിട്ട് വന്ന് വാദിക്കുകയാണ്. സോഷ്യൽ മീഡിയ MLA-ൻ്റെ പോസ്റ്റിന് താഴെയാണ്. ഇതിന് വഴി വെച്ച് കൊടുക്കുന്ന ആരാ? വഴിയെടുത്ത് UDF നേതാക്കന്മാരല്ലേ? കേരളത്തിൽ മുഖ്യമന്ത്രി വേണം. എന്നിട്ട് ദീപാദാസ് മുൻഷി വന്നിട്ട് പറയുന്നതാണ് അതിനേക്കാളും വലിയ രസം. 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം കേരളത്തിൽ 102 സീറ്റിൽ അധികാരത്തിൽ അവരെത്രത്തോളം കേപ്പബിൾ ആയിരുന്നു എന്നതിന്റെ ഏറ്റവും ദുരന്തം കോൺഗ്രസ് 102 സീറ്റിൽ ഒരു അധികാരത്തിൽ 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കാൻ 23-ാം തീയതി വരെ സമയം വേണമെന്ന് ജനത്തെ പരിഹസിക്കലാണ്. അത് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയും നീളില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും ഈ പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 2 ദിവസത്തിനകം ആ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ഒരേ അഭിപ്രായമാണ്, ഇനിയും നീളില്ല എന്ന്. Meet the editors.